ഹലോ, ബാബി ആൻഡ് ഹെയർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പത്തിരിക്ക് ഞാൻ കുഴച്ച് വെച്ചു. അപ്പോൾ നൈസ് പത്തിരിയുടെ കൂടെ കഴിക്കണ ചിക്കൻ കറിയുടെ വീഡിയോ ആയാലോ? ബാ നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ കട്ട് ചെയ്ത് നല്ലതായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഒരു 4 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. വല്ലാതെ മുരിഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വഴന്നു വരും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഉള്ളി ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. ഒരു 6 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നില്ല എന്ന് വിചാരിച്ചു. പെപ്പർ, പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൊരു കറിയാണ്, ഒരു സ്റ്റൂ പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുളക് ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഒരു 5-6 ഏകദേശമായി വന്നു. കറിവേപ്പില ഇടാം. കറിവേപ്പിലായി. ഞാനപ്പോൾ ആദ്യം പൊടികൾ ഇടുക കേട്ടോ, എന്നിട്ട് ഞാൻ തക്കാളി ചേർക്കണുള്ളൂ. ഇതിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ലാസ്റ്റ് ആണ് കുറച്ചും കൂടി ഇടുള്ളൂ എരിവിന് വേണ്ടിയിട്ട്. ഇപ്പം ഇത്രേ ചേർക്കണുള്ളൂ കേട്ടോ. അതിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ തക്കാളിയിലെ നീരിറങ്ങുമ്പോൾ ഈ മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം പൊടികൾ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് തക്കാളി ഇടാറുള്ളൂ. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് 2 ചെറിയ തക്കാളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടാണ് വരിക. അപ്പോൾ 10 മിനിറ്റ് തന്നെ വേണ്ടു കറക്റ്റ്. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചതിന് ശേഷം, ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല യോജിച്ചിട്ടുണ്ട്, നമുക്ക് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് നന്നായി അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നല്ലോണം ഗ്രേവി വേണം, പത്തിരി ആയതുകൊണ്ട് അവർക്ക് നല്ലോണം ഗ്രേവി വേണം. അപ്പോൾ ഇതാ കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണു. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, ഇത് കോക്കനട്ട് പൗഡറാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതൊരു 1.5 സ്പൂണ് പൗഡർ എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പത്തിരി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്.